ഹായ് ഫ്രണ്ട്സ്, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻറ്റ് മൈക്കിൾ ഐലൻഡും ബീച്ചൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അടുത്ത യാത്ര കെന്യൻ കോവിലേക്കാണ്. കോൺവാഡിലെ ഒരു മനോഹരമായ പ്രദേശമാണ് ഈ കെന്യൻ കോവ്. ഈ അത്ഭുതം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ വിരുന്ന് തന്നെയാണ്. കാറ് പാർക്ക് ചെയ്തു. ഓക്കെ, 1 hour. So for 1 hour, how much we need to pay? Much more than that? 4 hours, 5 hours. കെന്യൻ കോവിൽ എന്തൊക്കെ നമുക്ക് കാണാനുണ്ട്? അത് ഈ മാപ്പ് നോക്കിയാൽ ഞാൻ അതെല്ലാം ഒന്ന് പകർത്തി അവിടെ എന്തൊക്കെ അട്രാക്ഷൻ ഉണ്ട് എന്നൊന്ന് ചേർത്തെടുക്കാമെന്ന് കരുതി. സിഗ്നൽമെൻ പാത്ത്, കോസ്റ്റ് വാച്ചസ് പാത്ത്, ഫിഷർമെൻ പാത്ത് എന്നൊക്കെ ഞാൻ നോട്ട് ചെയ്തെടുത്തു. ദേ കിടക്കുന്നു വീണ്ടും ഒരു കാരവൻ. ഇന്നത്തെ യാത്രയിൽ ഒരുപാട് കാരവൻ കണ്ടു. ഇവിടെ ഇതൊരു പതിവായ കാഴ്ചയാണെന്ന് തോന്നുന്നു. ദേ കിടക്കുന്നു അടുത്ത കാരവൻ. നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ടൂറിസം സാധ്യതകളുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് തോന്നി. ഞങ്ങൾ നടന്നു തുടങ്ങി. വ്യൂ പോയിന്റിലേക്കാണ് യാത്ര. നീല നിറമുള്ള കടലും സ്വർണ്ണ നിറമുള്ള മണൽത്തീരവും പച്ചയും ചുവപ്പും കലർന്ന പാറക്കെട്ടുകളും ഇവിടുത്തെ കാഴ്ചകളെ അവിസ്മരണീയമാക്കുന്നു. ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഏറ്റവും താഴെ പോയിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ചിത്രങ്ങളൊക്കെ പകർത്തിയതിനു ശേഷം തിരിച്ച് നടന്നു വരുന്ന വരവാണ്. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. കാണുന്ന പോലെ അത്ര ഈസി അല്ല. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. സുഹൃത്ത് അവിടെ നിന്ന് പതിയെ പതിയെ കയറി വരുന്നുണ്ട്. പകുതി എത്തിയപ്പോഴത്തേക്കും ആൾ കുറച്ച് തളർന്നു. ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ പകർത്തി. പാർക്കിങ്ങിൽ നിന്ന് ഏകദേശം 10-15 മിനിറ്റ് നടന്ന് നമുക്ക് ഉള്ളിലേക്ക് പോയി കാഴ്ചകൾ ആസ്വദിക്കാം. ഒരു ഇംഗ്ലീഷ് ഫാമിലി കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നുണ്ട്, ഫോട്ടോസ് പകർത്തുന്നുണ്ട്. ഞാൻ ചുറ്റുപാടുമൊക്കെ ഒന്ന് പകർത്തി. ഈ പാറക്കെട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഏകദേശം 375 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ രൂപം കൊണ്ട ഈ പാറകൾക്ക് സെർപെൻറ്റൈൻ എന്നാണ് പറയുന്നത്. ഇതിൽ പച്ചയും ചുവപ്പും നിറത്തിലുള്ള ക്രിസ്റ്റലുകൾ കാണാം. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. ഞങ്ങളുടെ യാത്രാ സംഘത്തിൽ 5 പേരാണ് ആകെയുള്ളത്. കൂട്ടത്തിൽ ഏറ്റവും വേഗത കുറഞ്ഞ് നടക്കുന്നത് ഞാൻ തന്നെയാണ്. താഴേക്ക് ഇറങ്ങുന്ന വഴിക്ക് 1-2 തവണ എൻ്റെ കാലൊന്ന് ചർത്തി. നല്ലൊരു ഷൂ കരുതണം, എന്നാൽ യാത്ര കുറച്ചും കൂടി ഈസിയാവും, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പാത്തുകളിലൂടെ നടക്കുമ്പോൾ. അങ്ങ് ദൂരെ കാണുന്ന ആ വീടുകൾ കണ്ടോ? അങ്ങോട്ടേക്കൊന്ന് എത്തണം, അതാണ് പ്ലാൻ. കൂട്ടുകാരൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നതാണ്. ഞാൻ വീഡിയോസൊക്കെ പകർത്തി വരുമ്പോൾ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. അവരോട് എത്താൻ എനിക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. പക്ഷേ ഞാനിത് ആസ്വദിക്കുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെയല്ല ഒരു ഓർമ്മ. പിന്നെ ഈ യാത്രയിൽ ഒപ്പം വരാൻ സാധിക്കാത്ത ആനന്ദേട്ടനും ഈ ചാനലിൻ്റെ പ്രേക്ഷകർക്കും ഇതൊരു നല്ലൊരു അനുഭവമായിരിക്കും. ഈ ബീച്ച് കണ്ടിട്ട് ഇതൊരു ബ്രിട്ടനിലൊരു ബീച്ചാണെന്ന് എനിക്ക് തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലെ ബീച്ച് പോലെ തോന്നിക്കുന്നൊരു അന്തരീക്ഷമാണ്. ഇവിടെ വെള്ളത്തിന് തെളിഞ്ഞ നീല നിറമാണ്. ഞാൻ ചുറ്റുമൊക്കെ ഒന്ന് പകർത്തിയെടുത്തു. നമ്മളിവിടെ വന്നപ്പം
നമ്മൾ ആ ഭാഗത്താണ് വന്നത്. വന്നിട്ട് അവിടെ നോക്കിയപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പം ഇത്രയും പോർഷൻ നമ്മൾ ആ പോർഷൻ വെള്ളം നമ്മൾ മറികടന്ന് വേണം പോകാനായിട്ട്. അപ്പോൾ അതങ്ങനെ പോകണോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ നിൽക്കുവാണ് ഇപ്പോൾ. ആ കടലിൻ്റെ നീലിമ കണ്ടോ? സഞ്ചാരികളെല്ലാം ചിത്രങ്ങൾ പകർത്തുന്ന തിരക്കിലാണ്. കുറച്ച് മലയാളികളെയും ഇവിടെ വെച്ച് കാണാനിടയായി. അപ്പുറത്തേക്ക് കടന്നു പോകണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലാണ് എൻ്റെ കൂട്ടുകാർ. ഇവിടെ കടലിൽ ഇറങ്ങാനും നീന്താനും പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇവിടെ ലൈഫ് ഗാർഡ്സ് ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ഇറങ്ങുക. ഒപ്പം പാറകളിലും മറ്റും കയറുമ്പോൾ സൂക്ഷിക്കണം. ഒരുപാട് പേർ അവിടെ നീന്തലും ഫോട്ടോ എടുപ്പൊക്കെ ആയിട്ട് ആ മൂമെൻ്റ് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. വേലിയേറ്റം കുറഞ്ഞ സമയത്താണ് ഇവിടെ നമുക്ക് പല ഗുഹകളും കാണാൻ സാധിക്കുന്നത്. ദ പാർലർ, ദ ഡ്രോയിങ് റൂം എന്നൊക്കെയാണ് ഇവിടുത്തെ ഗുഹകളെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ആളുകൾ നൽകിയിരുന്ന പേരുകൾ. ഈ ഗുഹകളിലൂടെ നടന്ന് അപ്പുറത്തെ കാഴ്ച കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. പക്ഷേ ഞങ്ങൾ അപ്പുറത്തേക്ക് കടന്നു പോയില്ല. എന്ത് ഭംഗിയല്ലേ! കുറച്ച് ഫോട്ടോസും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ പകർത്തി എല്ലാവരും അവിടെ നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. പിന്നെ തിരികെ പോകാനുള്ള പ്ലാനായി. ശരിക്കും പറഞ്ഞാൽ കെനിയൻ കോവ് വെറുമൊരു ബീച്ചല്ല, പ്രകൃതിയുടെ ഒരു ശില്പമാണ്. ചരിത്രവും ഭൂമിശാസ്ത്രപരമായ അത്ഭുതങ്ങളും ചേർന്നൊരു സ്ഥലം. നിങ്ങൾ കോൺവോൾ സന്ദർശിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ മനോഹര സ്ഥലം നിങ്ങളുടെ ലിസ്റ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്തണം. ഞങ്ങൾ തിരിച്ച് നടന്നു തുടങ്ങി. പാറക്കെട്ടുകളും കടലിൻ്റെയൊക്കെ ഭംഗി മതിയാവോളം പകർത്തി. സോഷ്യൽ മീഡിയയിലും വ്ലോഗ് ചെയ്യാനുമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം പകർത്തിയെടുത്തു. ഫോണിൻ്റെ മെമ്മറി വീണ്ടും ഫുള്ളായി. ബാറ്ററിയും കുറഞ്ഞു വരുന്നു. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം പ്ലിമത്താണ്. വലിയ തണുപ്പൊന്നുമില്ല, പക്ഷേ ശ്രീനു എപ്പോഴും ഇത്തരത്തിലുള്ള ജാക്കറ്റ് ധരിക്കാറുണ്ട്. ഞങ്ങൾ തിരിച്ച് നടന്നു തുടങ്ങി. വന്ന വഴിയിലല്ല, മറ്റൊരു വഴിയിലൂടെയാണ് തിരിച്ച് പാർക്കിങ്ങിലേക്ക് പോകുന്നത്. കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളും പാർത്താലോ. ഇതേ കണ്ടോ, നമ്മുടെ നാട്ടിലെ മുളയ്ക്ക് സമാനമായ ഒരു ചെടിയാണെന്ന് തോന്നുന്നു. എനിക്കിത് എത്ര നോക്കിയിട്ട് എന്താണെന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂട്ടുകാരെല്ലാം എന്നെക്കാളും വേഗത്തിലാണ് നടക്കുന്നത്. ഞാൻ ചുറ്റുപാടൊക്കെ ഇങ്ങനെ പകർത്തി വീഡിയോസ് എടുത്തും ഫോട്ടോസൊക്കെ എടുത്ത് അവരുടെ ഒരുപാട് പിന്നിലായിപ്പോയി. ഒന്നും കൂടെ ആ ബീച്ചൊന്ന് നോക്കി. എന്നിട്ട് ഞാൻ പാർക്കിങ്ങിലേക്ക് നടന്നു. നായക്കുട്ടിയുമായി എത്തിയ മറ്റൊരു പറ്റം സഞ്ചാരികളെ കണ്ടു. ഇതേ കാണുന്നതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റിൽ പോയി അതിനുശേഷം പാർക്കിങ്ങിലോട്ട് ഇറങ്ങി. ഞങ്ങൾ എവിടെയാണ് കാറ് പാർക്ക് ചെയ്തത് എന്നാണ് നോക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ ദൃശ്യം പകർത്തുന്നതല്ല, ചുറ്റുപാട് നോക്കുന്നതാണ്. എൻ്റെ കൂടെ വന്നവരെ കാണാനില്ല. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി. കുറച്ച് നേരത്തെ തിരച്ചിലിന് ശേഷം ഞാൻ അവരെ കണ്ടെത്തി. ഈ സ്ഥലത്തെപ്പറ്റി ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ കൗതുകരമായൊരു കാര്യം കണ്ടു. അമേരിക്കൻ ഫാൻറ്റസി ഡ്രാമ ടെലിവിഷൻ സീരീസായ ഹൗസ് ഓഫ് ഡ്രാഗൺ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടത്രേ. ഞങ്ങളെല്ലാവരും കാറിൽ കയറി. ശ്രീനു കാറ് പതിയെ മുന്നോട്ടെടുത്തു. സമ്മറിൽ സന്ദർശിക്കാൻ പറ്റിയ കോൺവാളിലെ ഒരു മനോഹര പ്രദേശം തന്നെയാണ് കെനിയൻ കോവ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. ഇങ്ങോട്ടേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യണം. കാഴ്ചകൾ ആസ്വദിക്കണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.